ഇന്നത്തെ ഈ വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ മ്യൂച്വൽ ഫണ്ട് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെയാണ്, മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഐ ആം ബോണി ജോർജ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ മ്യൂച്വൽ ഫണ്ടിന്റെ ആവശ്യകതയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മളെല്ലാവരും നമുക്ക് കിട്ടുന്ന പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് കുറച്ച് എമൗണ്ട് സേവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സേവ് ചെയ്യുന്നത് പല ഇൻസ്ട്രുമെന്റ്സിലായിരിക്കും. ചിലപ്പോൾ നമ്മൾ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നായിരിക്കും നമ്മൾ സേവ് ചെയ്യുന്നത്, ചിലപ്പോൾ ബാങ്ക് എഫ് ഡിയിൽ നിങ്ങൾ ഇടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ പല ഇൻസ്ട്രുമെന്റ്സിലായിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ എമൗണ്ട് സേവ് ചെയ്യുന്നുണ്ടായിരിക്കും. വേറെ കുറേ ആൾക്കാർ നമ്മുടെ പൈസ ക്യാഷ് ആയിട്ട് തന്നെ സേവ് ചെയ്യുന്ന ആൾക്കാർ കാണും. അപ്പോൾ നമുക്ക് സേവിങ്സ് പല രീതിയിൽ നമ്മൾ സേവിങ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സേവിങ്സിൽ നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേവിങ്സിന്റെ ROI, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മുടെ പല സേവിങ്സിനും പല ROI ആയിരിക്കും. ബാങ്ക് എഫ് ഡി ചിലപ്പോൾ 6 to 7%, നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിൽ ഇടുകയാണെങ്കിൽ 3 to 4%, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത് ഇതാണ്, ഇന്ത്യയിലെ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 4 to 5% ആണ്. അപ്പോൾ നിങ്ങൾ സേവിങ്സ് അക്കൗണ്ട് നിങ്ങളെ പൈസ നിങ്ങൾക്ക് കിട്ടുന്ന സേവിങ്സ്, നിങ്ങൾ സേവ് ചെയ്യുന്ന എമൗണ്ട് ഫുള്ള് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഇടുകയാണെങ്കിൽ അവിടെ വെൽത്ത് ക്രിയേഷൻ സംഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾ ഇടുന്ന പൈസയ്ക്ക് 4 to 5% ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ, നിങ്ങൾക്ക് വരുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് തന്നെ 4 to 5% ആണ്. അപ്പോൾ അവിടെ വെൽത്ത് ക്രിയേഷൻ എന്നൊരു ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾക്ക് കൊടുക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ പൈസ സേവ് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗോളിനെ ബേസ് ചെയ്തായിരിക്കും. ചിലപ്പോൾ ഒരു കല്യാണം, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും വലിയൊരു ട്രാവൽ പോകണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഗോൾ ബേസ്ഡ് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ പൈസ സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ നിങ്ങളുടെ ROI നോക്കാതെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളെ എല്ലാ സേവിങ്സും വളരെ ഇപ്പോൾ ചിലപ്പോൾ ക്യാഷ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ മാത്രം ഇടുകയാണ്, അല്ലെങ്കിൽ ബാങ്ക് എഫ് ഡിയിൽ മാത്രം ഇടുകയാണ്, അങ്ങനെ റിട്ടേൺസ് വളരെ കുറഞ്ഞ ഇൻസ്ട്രുമെന്റ്സിൽ മാത്രം നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ വലിയ കോർപ്പസ് നിങ്ങൾ ഒരു വലിയ കോർപ്പസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കോർപ്പസിന്റെ മെയിൻ ഭാഗവും ഇൻഫ്ലേഷൻ തന്നെ ഈറ്റ് ചെയ്തിട്ട് പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സേവിങ്സിൽ നല്ല ROI വരുന്ന ഇൻസ്ട്രുമെന്റ്സും തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെയാണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് കാര്യം വരുന്നത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് എവിടെയാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു റിട്ടേൺ കിട്ടുന്ന, സ്റ്റേബിൾ ആയിട്ട് നല്ലൊരു റിട്ടേൺ കിട്ടുന്ന നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട്? മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും പോലെ തന്നെ പൈസ സേവ് ചെയ്യാൻ, എന്നെയും നിങ്ങളെയും പോലെ തന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അവരുടെ പൈസ ഒരു കമ്പനിയുടെ കീഴിൽ കൊടുക്കുന്നു. ഈ കമ്പനി ആ പൈസ എടുത്ത് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതാണ് ഒരു ബേസിക് ആളുടെ മ്യൂച്വൽ ഫണ്ടിന്റെ സിസ്റ്റം. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പൈസ ഒരു കമ്പനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഈ കമ്പനിയാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി, AMC എന്ന് പറയും. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കുറേ AMCകളുണ്ട്. HDFC, ICICI, SBI, ആക്സിസ്, UTI, ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ, മിറേ, അങ്ങനെ കുറേ അധികം അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പൈസ ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളിലേക്ക് കൊടുക്കുന്നു. നമ്മൾ ഈ കൊടുക്കുന്ന പൈസ അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ AMC, അതായത് അസറ്റ് മാനേജ്മെന്റ് കമ്പനി, നമുക്ക് വേണ്ടി ഒരു ഫണ്ട് മാനേജറെ നിയോഗിക്കുന്നു. അപ്പോൾ ഓരോ മ്യൂച്വൽ ഫണ്ടിനും ഓരോ ഫണ്ട് മാനേജർ കാണും. ചിലപ്പോൾ 1 or 2 ആൾക്കാർ കാണും. ഈ ഫണ്ട് മാനേജർ നമ്മൾ ഈ കമ്പനിക്ക് കൊടുക്കുന്ന പൈസ നമുക്ക് വേണ്ടി ഈ ഫണ്ട് മാനേജറായിരിക്കും ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിലായിട്ട്, ചിലപ്പോൾ സ്റ്റോക്സിലായിരിക്കാം, ചിലപ്പോൾ ഡെറ്റിലായിരിക്കാം, അങ്ങനെ ഓരോ ഇൻസ്ട്രുമെന്റ്സിലായിട്ട് എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി തീരുമാനിക്കുന്നത് ഈ ഫണ്ട് മാനേജറായിരിക്കും. ഈ ഫണ്ട് മാനേജർ എന്ന് പറഞ്ഞ ആൾ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ച് വളരെ ഡീപ്പായ നോളജ് ഉള്ള ഒരാളായിരിക്കും. അതോടൊപ്പം തന്നെ മാർക്കറ്റിന്റെ പല അപ്സ് ആൻഡ് ഡൗൺസും കണ്ട ഒരു വേഴ്സ്റ്റൈൽ ആയ ഇൻവെസ്റ്റർ ആയിരിക്കും ഈ ഫണ്ട് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫണ്ട് മാനേജറിന് തീർച്ചയായിട്ടും, ഇപ്പോൾ ഞാനൊരു ബിഗിനർ ഇൻവെസ്റ്റർ ആണെങ്കിൽ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വളരെ പരിമിതമായ നോളജ് ഉണ്ടെങ്കിൽ എന്നേക്കാൾ മികച്ച ഡിസിഷൻസ് എടുക്കാൻ തീർച്ചയായിട്ടും ഈ ഫണ്ട് മാനേജറിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് മാനേജർ നമ്മളെക്കാൾ നന്നായിട്ട് റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ്സിന് റിട്ടേൺസ് കിട്ടിയില്ലെങ്കിൽ പോലും തന്നെ അതിൻ്റെ അടുത്ത് വരുന്ന റിട്ടേൺസ് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഈ മ്യൂച്വൽ ഫണ്ട്സ് വഴി കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിന്റെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിട്ടേൺസ് വിത്ത് കൺട്രോൾഡ് റിസ്ക് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട്സിലുണ്ട്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ റിസ്ക് മാനേജ് ചെയ്യുന്നതിലാണ് നമ്മുടെ വിജയം വരുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൂടെ നമ്മൾ എന്താണ് സാധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫണ്ട് മാനേജർ നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ റിസ്ക് വളരെയധികം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും.
ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണുള്ളത്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സ് കുറച്ച് മുന്നേയൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ അധികം ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടായിരുന്നു. സെബി ഒന്നുകൂടെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം പ്രധാനമായിട്ടും 3 ടൈപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് ബേസിക് ആയിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് മ്യൂച്വൽ ഫണ്ട്സ് ഫസ്റ്റ്, സെക്കൻഡ് എന്ന് പറയുന്നത് ഡെറ്റ് റിലേറ്റഡ് മ്യൂച്വൽ ഫണ്ട്സ്, തേർഡ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഫണ്ട് അല്ലെങ്കിൽ മൾട്ടി ക്യാപ് ഫണ്ട്. അപ്പോൾ ഈ 3 പ്രധാനമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ ഈ ഇക്വിറ്റി റിലേറ്റഡ് മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മുടെ പൈസ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഇക്വിറ്റിയിൽ മാത്രമായിട്ട് നിക്ഷേപിക്കുന്നു. അതായത് നമ്മുടെ പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ പല സ്റ്റോക്സിലായിട്ട് നിക്ഷേപിക്കുന്നു. ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ കടപ്പത്രങ്ങൾ, ട്രഷറി ബിൽസ്, ഗവൺമെന്റ് ബോണ്ട്സ് അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സിൽ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ ഡെറ്റിന്റെയും ഇക്വിറ്റി റിലേറ്റഡ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ഒരു മിക്സ് ആണ്. അതായത് ചിലപ്പോൾ ഒരു 50% ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആയിരിക്കാം, ബാക്കി 50% ഡെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 80% ഇക്വിറ്റി ആയിരിക്കും, 20% ഡെറ്റ് ആയിരിക്കും. അത് പല ഫണ്ടിൽ ആ ഓരോ ഫണ്ട് ബേസ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വേറെ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് വളരെയധികം വലുതായി പോകുന്നതാണ്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ അടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ഹൗ ടു ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ് നോക്കാം. നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് 2 ഓപ്ഷനായിട്ട് പ്രധാനമായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് SIP അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലംസം ആണ്. അപ്പോൾ ഈ SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നിങ്ങൾ എല്ലായിടത്തും കേൾക്കുന്നതായിരിക്കും SIP എന്നുള്ള വാക്ക്. അപ്പോൾ ഈ SIP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ മന്ത്ലി, വീക്ക്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി നിങ്ങളൊരു നിശ്ചിത തുക നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് SIP എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ജനുവരി 5-ാം തീയതി ഞാൻ 1000 രൂപ ഇട്ടു, ഫെബ്രുവരി 5-ാം തീയതി ഞാൻ 1000 രൂപ ഇട്ടു, മാർച്ച് 5-ാം തീയതി ഞാൻ 1000 രൂപ ഇട്ടു. ഇതൊരു SIP ആണ്. നിങ്ങൾക്ക് SIP അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലംസം ആണ്. ലംസം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലംസമിൽ നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ടൊരു ഡേറ്റ് ഇല്ല. നിങ്ങൾ എപ്പോഴേലും നിങ്ങളിലുള്ള കുറച്ച് എമൗണ്ട് നിങ്ങൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. അതിനൊരു പ്രത്യേക ഡേറ്റില്ല. നിങ്ങളെ വരുന്ന പർട്ടിക്കുലർ എമൗണ്ട്, വലുതും ചെറുതുമായ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നിങ്ങൾ ലംസമായിട്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതാണ് ലംസം മെത്തേഡ്. ഇപ്പോൾ ഈ 2 മെത്തേഡ് SIPയും ലംസമും ഉണ്ട്. ഈ 2 മെത്തേഡും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും SIP എന്നൊരു മെത്തേഡിനെ ഞാൻ ലംസം എന്ന മെത്തേഡിനേക്കാളും ബെറ്റർ ആയിട്ട് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു SIPയിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു ആവറേജിങ് ഔട്ടിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. SIPയിൽ നിങ്ങൾക്ക് മാർക്കറ്റിന്റെ ടൈമിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് അപ്പിലാണെങ്കിലും ഡൗണിലാണെങ്കിലും അതിലൊരു ആവറേജ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും SIPയിൽ സാധിക്കുന്നു. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ നല്ലൊരു അറിവുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ലംസം നല്ലതായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നല്ലൊരു അറിവുള്ള ഒരാളല്ല, ഒരു പരിമിതമായ അറിവ് മാത്രമേ ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് SIP മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസ് അബ്സോർബ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ആവറേജിങ് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് SIP നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ട്രൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും SIP മോഡിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ അറിയേണ്ട വേറൊരു കാര്യം ഡയറക്റ്റ് പ്ലാനും റെഗുലർ പ്ലാനുമാണ്. ഡയറക്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഈ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഹൗസിൽ നിന്ന് നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നു. റെഗുലർ പ്ലാനിൽ ഒരു ബ്രോക്കർ വഴി അല്ലെങ്കിൽ നമ്മളൊരു ബാങ്ക് വഴിയോ അല്ലെങ്കിൽ ഒരു ഏജന്റ് വഴിയോ നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നതാണ് റെഗുലർ പ്ലാൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഡയറക്റ്റ് പ്ലാൻ വഴി തന്നെ മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യുക. ഡയറക്റ്റ് പ്ലാൻ വഴി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 1 to 2% കമ്മീഷനായിട്ട് പോകുന്ന പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ വളരെ ഈസി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ കുറേ അധികം ആപ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ആപ്സ് വഴി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ആപ്പിൽ ഞാൻ കുറേ ആപ്പ് യൂസ് ചെയ്ത് നോക്കി. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഗ്രോ ആപ്പാണ്. ഗ്രോ ആപ്പ് വഴി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഗ്രോ ആപ്പ് എന്താണെന്ന് അറിയില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗ്രോ ആപ്പ് വഴി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അവിടെ ഇന്റർഫേസ് വളരെ ഈസിയാണ്, ആർക്കും ഗ്രോ ആപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് എടുക്കാനുള്ള എല്ലാ പ്രോസസ്സും വളരെ ഓട്ടോമേറ്റഡ് ആയിട്ട് തന്നെ ഗ്രോ ആപ്പ് ചെയ്തു തരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എല്ലാ പ്രോസസ്സും അവർ ഓട്ടോമേറ്റഡ് ആണ്. KYC ലിങ്കിങ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗ്രോ ആപ്പ് തന്നെ നമുക്ക് നോക്കിക്കോളും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ എല്ലാവർക്കും ഉണ്ടായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ഞാൻ ഇനിയും കുറേ അധികം വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഐ ആം ബോണി ജോർജ്.
ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ്.